Moving on to the round, we have the voice round first, and let's welcome Team A on stage. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. സദാം വധത്തിന് ശേഷം ബുഷിന് ശക്തമായ ഒരു ഭീഷണി ലഭിച്ചിരിക്കുന്നു. അതിനുവേണ്ടി ശക്തമായ പോലീസ് സന്നാഹങ്ങളാണ് അവിടെ നൽകിയിരിക്കുന്നത്. അമേരിക്കയിൽ നിന്നും സുനിൽകുമാർ ലൈനുണ്ട്. സുനിൽകുമാർ, എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ? വ്യക്തമാക്കൂ. വ്യക്തമായ ഒരു ചിത്രമാണ് ഞങ്ങൾക്ക് വേണ്ടത്. പറഞ്ഞോളൂ, എന്താണ് ഒരു വ്യക്തമായ ചിത്രം നൽകൂ. ഹലോ, ഇവിടെ വ്യക്തമായ ഒന്ന് കാണാം. ബുഷിന്റെ വീടിന് ചുറ്റും കുറെ പോലീസുകാർ നിൽക്കുന്നതാണ് കാണുന്നത്. പിന്നെ ബുഷിന്റെ ഒരു കാറും കാണാറുണ്ട്. അല്ലാതെ വ്യക്തമായി ഇവിടെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. സുനിൽകുമാർ, ഇത് മാത്രമല്ല, കുറച്ചുകൂടി വ്യക്തമായ ഒരു ചിത്രമാണ് ഞങ്ങൾക്ക് വേണ്ടത്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? എടോ, അത് തന്നെ ഞാൻ പറഞ്ഞു, വ്യക്തമായി ഒന്നും കാണാൻ സാധിക്കില്ലത്. വ്യക്തമായി ഒന്നും കാണാൻ സാധിക്കുന്നില്ല. പിന്നെ എന്തിനാണ് ക്യാമറയുമായി പോയിട്ടുള്ളത്? ഞാനിവിടെ നിന്നൊന്ന് എത്തി നോക്കിയാൽ പറയാം. എത്രയും പെട്ടെന്ന് സ്റ്റുഡിയോയിലേക്ക് തിരിച്ചു വരിക. இந்திய தொலைக்காட்சிகளில் முதல் முறையாக திரைக்கு வந்து சில மாதங்களேயான சூப்பர் ஹிட் திரைப்படம். நானே பெரிய நடிகை, எங்கிட்ட என்ன பேடுற பவன சுட்டு தள்ளுட. உனக்கு தைரியம் தான் என்ன சுடுறது? என்ன சுடுற? பெருமாள் சத்தியமா அந்த 5 கொலை நான் எந்த தப்பா பண்ணல சார். பண்ணினதே நான் தான். என்ன வெளியே போடுங்க சார். அம்பிய வெளியே போடுற பின்றா. கமல் பார்த்திருக்கேன், எம்ஜிஆர் பார்த்திருக்கேன், விஜய் பார்த்திருக்கேன், அஜித் பார்த்திருக்கேன். இந்த மாதிரி நடக்கிற பார்த்ததே இல்லை. விக்ரம் பிரகாஷ் ராஜ் சதா நடிக்கும் சூப்பர் ஹிட் திரைப்படம் அந்நியன் காண தவறாதீர்கள். മാന്യ പ്രേക്ഷകർക്ക് കണ്ണാടിയിലേക്ക് സ്വാഗതം. കണ്ണാടിയിൽ ആദ്യമായി 2007 മെഗാ ഷോ ആരംഭിക്കുന്നതിന് വേണ്ടി മലയാള സിനിമാ നടന്മാർ ചർച്ചയിലാണ്. ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത് മധു. എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ അല്ലേ? കുറച്ച് പത്തുകൾ വരാണ്ട് അവർ വന്നിട്ട് ചർച്ച തുടങ്ങാം. ഇവിടെ അനാവശ്യം പറയാൻ പാടില്ല. ആരാടെ അവിടെ ഭസ്മം വാരി പിടിച്ചിരിക്കുന്നേ? മദ്യവും മാംസവും കൊടുത്ത് നിയമത്തിന് കുറെ പിള്ളേരില്ലേ, അവരെ നമുക്ക് തെരുവിലിറക്കണം. നഗരം കത്തിയിരിക്കണം. നഗരം കത്തിയിരിക്കാനില്ല. ഇവിടെ നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ അവിടെ കൂടിയിട്ടുള്ളത്. ആരാടെ അവിടെ നോക്കിയിരിക്കുന്നത്? നീ പകപോക്കിയതാണല്ലേ? നിനക്ക് മുന്നിൽ ജന്മം തന്നൊരാൾ മരണം ഒരു നാൾ അയാൾക്കും സംഭവിക്കും. ആര്? എന്റെ അച്ഛന്റെ മരണം സംഭവിക്കാനല്ല എന്നെ ഇവിടെ കൂടിയത്. എടാ, ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാ. നമ്മുടെ നെടുമുടി വേണം എന്തൊന്നും ഉണ്ടായിരിക്കുന്നേ. തനിക്കൊന്നും പറയാനില്ലേടോ? ആരാ? മനസ്സിലായില്ല. ഞാൻ മധുവാടോ. സാറെന്താണോ എന്നെ കണ്ടപ്പോ കണ്ടില്ലാതെ നിർത്തത്? സത്യം പറയാ, തനിക്കത് മനസ്സിലായില്ല എന്നുണ്ടോ? എടോ, എനിക്ക് തന്നെ മനസ്സിലായി. താൻ വെള്ളമൊഴിച്ച് വിച്ചുമ്പേയും പറയണ്ട. അങ്ങോട്ട് മാറിയിക്കടാ. ആരാടാ ഹെലികോപ്റ്ററിൽ വരുന്നത്? എന്തോ ഒരു സാധനം താഴത്തേക്ക് വീഴുന്നുണ്ടല്ലോ. എന്റെ അമ്മയും പാറപ്പുറത്ത് തലയും കുത്തി വീണുകൊണ്ട് എനിക്കൊന്നും പറ്റിയില്ല. കണ്ടവന്റെ നെഞ്ചത്ത് വീണിട്ടാണ് അതാ പട്ടി പാറപ്പുറം എന്ന് പറയുന്നത്. അയ്യടകയ അയ്യന്താണ് നീ ഇത്രയും വരാൻ താമസിച്ചത്? അളിയ, ശ്രീവിദ്യയുമായി സംസാരിച്ചിരുന്നപ്പോൾ നേരം പോയി തെരഞ്ഞതയില്ല. ശ്രീവിദ്യയോ? ഞാനൊക്കെ കുരി തിരിച്ചു പോവുകയാണ്. ഇവിടേക്ക് ആരാടാ തുപ്പി നിറച്ചിരിക്കുന്നേ? അയ്യോ, ആരാടാ? മനസ്സിലായില്ലേ? എന്നോട് അവിടെ വന്നപ്പോ അവിടുന്ന് കുറെ പേര് പറയാ ഇവിടെ വരാൻ. ഇവിടെ വന്നപ്പോ പറയാ അങ്ങോട്ട് പോകാൻ. ഞാൻ പോട്ടെ? അല്ല, വരട്ടെ. ഞാനങ്ങോട്ട് മാറിയിക്കടാം. അതിരിക്കട്ടെ, ബാലന്റെ വേണോ എന്താ പറയാനുള്ളത്? എടാ, എന്നെ മനസ്സിലാക്കാൻ, എന്റെ മനസ്സിന്റെ പെങ്ങൾ മനസ്സിലാക്കാൻ നിനക്ക് കഴിയില്ല. ഇല്ല. Go round and let's see the figures of Team A. ചെസ് എന്ന ചിത്രത്തിലെ കഥാപാത്രവുമായി ദിലീപ്. അന്യൻ. സംഘത്തെ മാത്രം 5 പൈസ തരുന്ന തപ്പ. 5 കോടി പേര് 5 തവണ 5 പൈസ തരുന്ന അതേ മാറി താണ്ട 5 കോടി പേര് 5 തടവ് 5 പൈസ തരുന്ന പെരിയ തപ്പിട. നീ സാക വേണ്ടിയവ ചെത്തുപോ.
Moving on to the skit round, let's see the skit of Team A. പ്രിയ കലാസ്നേഹികളെ, കൂവരുത്. പ്രിയ കലാസ്നേഹികളെ, നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന കഥാപ്രസംഗം ഏതാനും മണിക്കൂറിനകം ഇവിടെ ആരംഭിക്കുന്നതാണ്. ഇതാണ് കണ്ടോ, ഇതാണ് സിമ്പൽ. കഥയുടെ പ്രധാനപ്പെട്ട ഭാഗം വരുമ്പോ ഒറ്റ പ്രാവശ്യം അടിക്കാം. ഞാൻ അടിച്ചോട്ടെ. അടിച്ചോ, ഒന്നുകൂടി. അടിച്ചോ. അപ്പൊ നമുക്ക് കഥ തുടങ്ങാം. അല്ല, ഒന്നുകൂടി അടിച്ചോട്ടെ. എന്നാ അടിക്ക്. ഓക്കെ, റെഡി ആണല്ലോ പ്രിയ കലാസ്നേഹികളെ? അല്ല, എന്ത് സൗണ്ട് അത്? എന്തത്? അല്ല, ഇത് കഥാപ്രസംഗത്തിന്റെ ഒരു രീതിയാണ്. അപ്പൊ അങ്ങനെ ചങ്കിലാരെ പിടിച്ച്? ചങ്കിലാരും പിടിച്ചില്ല, അങ്ങനെ അവതരിപ്പിക്കേണ്ട സാധാ പോലെ അവതരിപ്പിക്കാൻ. പ്രിയ കലാസ്നേഹികളെ, ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് മണ്ടോദരി ഒന്ന് മിണ്ടാതിരി. ഭയങ്കര കൊതുകല്ലേ? കൊതുകോ? അല്ല, ചിക്കൻ കുനിയ കൊതുക്കണേ. എടോ, തന്റെ അടുത്ത് ചിക്കൻ കുനിയ കൊതുകല്ല. ഇവിടെ കഥാപ്രസംഗത്തിന് സിമ്പൽ അടിക്കാൻ പറഞ്ഞില്ലേ പ്രധാനപ്പെട്ട ഭാഗം വരുമ്പോ? ഇതാ പ്രധാനപ്പെട്ട ഭാഗം? കഥയുടെ പേര് പ്രധാനപ്പെട്ടല്ലേ? എനിക്ക് പ്രധാനപ്പെട്ട ഭാഗം ഒന്നല്ല. എന്തൊരു കഥ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, 500 രൂപ എന്റെ റേറ്റിൽ കൂട്ടി. എന്തിനടുത്ത്? അല്ല, 500 എന്നൊക്കെ പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. അപ്പൊ നമുക്ക് കഥയിലേക്ക് കിടക്കാം. പ്രിയ കലാസ്നേഹികളെ, ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് മണ്ടോദരി ഒന്ന് മിണ്ടാതിരി. ഈ കഥ നടക്കുന്ന ഇവിടെങ്ങുമല്ല. അങ്ങ് അമേരിക്കയിലാണോ? അല്ല. അങ്ങ് ഇറാഖിലാണോ? അല്ല. അങ്ങ് ഉസ്ബാക്കിസ്ഥാനിലാണോ? അല്ല. അങ്ങ് പാകിസ്ഥാനിലാണോ? പിന്നെ എവിടെ നടക്കണേ? എവിടെയെങ്കിലും നടക്കട്ടെ. ഞാൻ സ്ഥലം പറയട്ടെ. ഇത് നടക്കുന്നത് അറബിക്കടലിന്റെ നടുക്കുള്ള ദ്വീപ സമൂഹമായ തിരുവനന്തപുരത്താണ് ഈ നടക്കുന്നത്. എവിടെ? അല്ല, അറബിക്കടലിന്റെ നടുക്കുള്ള ദ്വീപ് സമൂഹം തിരുവനന്തപുരം അല്ലേ? എടോ, അതല്ല. അതെവിടെയാ സ്ഥലം? അത് മറ്റേ അറ്റ്ലാന്റിക് ഓഷ്യൻ. അതെ, ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് കഥ നടക്കുന്നത്. അതെ. അപ്പൊ നമുക്ക് ആ ഗ്രാമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മരളി കാടുകൾ തിങ്ങി വിങ്ങി, മരളി കാന്തികൾ തിങ്ങി വിങ്ങി. അതെ, മനോഹരമായ ഗാനത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആ കാടുകൾ തിങ്ങി വിങ്ങി, വിങ്ങിയതൊക്കെ മതി. എടാ, ഇത്ര മതി. നമുക്ക് അതേക്കുറിച്ച് പറയാം. അതാ കാണുന്നതാണ് നമ്മുടെ നായികയുടെ പേര്. നായികയുടെ പേരാണ് മണ്ടോദരി. ഈ മണ്ടോദരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, മണ്ടോദരി നല്ലൊരു സുന്ദരിയായ സ്ത്രീയാണ്. ആ സമയം ആ മണ്ടോദരി അവളുടെ അമ്മയുടെ തലയിൽ പേൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ നിമിഷമാണ് അത് അങ്ങോട്ട് നോക്കൂ, അതാ നമ്മുടെ അറബിക്കടലിലൂടെ കടകട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോട്ട് കടന്നു വരും. അല്ല, ഈ കടകട എന്ന് പറയുന്നത് ബോട്ടല്ലല്ലോ. ബോട്ടല്ലേ? അത് തോണിയല്ലേ? തോണി. അതെ, കടകടകട എന്ന് പറഞ്ഞുകൊണ്ട് കൈകൊണ്ട് തുഴഞ്ഞു വരുന്ന ഒരു തോണിയാണ് വരുന്നത്. ആ തോണിയിൽ ആരാണ്? നമ്മുടെ കഥാനായകൻ ദാമോദരൻ. ആ ദാമോദരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദാമോദര 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 ദാമോദര. തന്നെ ഇവിടെ തിരുവാതിരക്കളിക്കല്ല വിളിച്ചത്. അല്ലല്ലേ? എടാ, ഇത് കഥാപ്രസംഗത്തിന്റെ രൂപത്തിലുള്ള പാട്ടാണ്. അപ്പൊ ആ പാട്ട് കറക്റ്റ് ആയിട്ട് പാടണ്ടേ? ആയിക്കോട്ടെ. പിന്നെ അപ്പൊ ഈ ദാമോദരനെ കുറിച്ച് പറയണേ. ദാമോദരൻ നമ്മുടെ കരയിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ എങ്ങനെയോ മണ്ടോദരിയും ദാമോദരൻ തമ്മിൽ കണ്ടുമുട്ടി. വണ്ടി കൂട്ടിയിടിച്ചതാവല്ലേ? എടോ, കണ്ടുമുട്ടി എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് ഇത്ര അത്രയും മതി. അപ്പോൾ ഇവർ കണ്ടുമുട്ടിയ നിമിഷം തന്നെ എന്ത് പ്രണയത്തിലായി. മലയാളത്തിൽ പറഞ്ഞ പോലെ. അപ്പൊ അവർ പ്രണയത്തിലായി. അവർ പരസ്പരം കത്തുകൾ കൊടുക്കുന്നു, വാങ്ങുന്നു, കത്തുകൾ കൊടുക്കുന്നു, വാങ്ങുന്നു. അങ്ങനെ പരസ്പരം എടോ, മതി. കൊടുത്തത് വാങ്ങിയതൊക്കെ 1-2 തവണയൊക്കെ കൊടുത്താൽ മതി. എന്തൊരു കഷ്ടം. അങ്ങനെ പരസ്പരം കത്തുകൾ കൊടുക്കുന്നു, വാങ്ങുന്നു. അങ്ങനെ ഈ പ്രണയവിതരായിരം എങ്ങനെയോ ഈ മണ്ടോദരിയുടെ അമ്മ മന്ദാകിനി അറിയാനിടയായി. മന്ദാകിനി ഈ മണ്ടോദരിയുടെ അമ്മ. അങ്ങനെ അറിഞ്ഞ ഈ പ്രണയത്തിന്റെ അറബിക്കടലിന്റെ തീരത്തിരിക്കുന്ന ആ കാമുകന്മാരുടെ നേർക്ക് ഒരു ചിരയും എടുത്തുകൊണ്ട് നമ്മുടെ മന്ദാകിനി പാഞ്ഞെടുത്തു. ആ കാമുകന്റെ ദാമോദര തലയിൽ ഒരൊറ്റ അടി. ചോര പൊട്ടി തല വാർന്നൊഴുകി. എന്ത് പൊട്ടിയിട്ട്? തല പൊട്ടിയിട്ട് ചോര. തല പൊട്ടി ചോര വാർന്നു. അങ്ങനെ എന്തോ വാർന്നൊഴുകി. ഈ ശവശരീരം, ഈ മൃതശരീരം എടുത്തുകൊണ്ട് സങ്കടം സഹിക്ക വയ്യാതെ നമ്മുടെ നായിക മണ്ടോദരി ഓടുകയാണ്. അറബിക്കടലിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടിക്കോ, നീ പോന്നു. ആ മൃതശരീരം അറബിക്കടലിന്റെ തീരത്ത് വെച്ചുകൊണ്ട് ആരെയും കരളലിയിപ്പിക്കുന്ന ഒരു ശോകഗാനം പാടി. അറബിക്കടലോളം കണ്ടേ. ഇതാണോ ശോകഗാനം? പിന്നെ ഏതാ ഇതാണോ ശോകഗാനം? അല്ല, അറിയാൻ. ആരെയും ഒരു കാമുകൻ മരിച്ചു കിടക്കുമ്പോ കാമുകി പാടുന്ന പാട്ട് ഇതാണോ? പിന്നെ ഏതാ? വളരെ കരലിന്റെ ഉള്ളിൽ നിന്ന് അലിഞ്ഞുകൊണ്ടുള്ള പാട്ട്. ആശികുമാരായ
ആശികുമാരായ ഓക്കെ ഇങ്ങനെയുള്ള പാട്ടല്ല. അപ്പൊ പാട്ട് എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ആയിക്കോട്ടെ. ആ മൃതശരീരം അവിടെ വെച്ചുകൊണ്ട് ഈ സങ്കടം സഹിച്ചു വയ്യാതെ അവൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ഉടൻ തന്നെ പോക്കറ്റിലിരുന്ന റിവോൾവർ പോക്കറ്റിലുണ്ടായിരുന്ന റിവോൾവർ എടുത്തുകൊണ്ട് തലയ്ക്ക് നേരെ എടുത്തു. മരിക്കുന്നത് തലയ്ക്ക് നേരെ വെച്ചോണ്ട് ഒറ്റമണി. ശിവരാമകൃഷ്ണൻ കരിമ്പുഴ ആൻഡ് രാജീവ് കോട്ടപ്പുറം.